ഞാനത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭാരത സർക്കാർ അതായത് പ്രധാനമന്ത്രി സൈന്യത്തിന് ഇതിൻ്റെ ചുമതല അതിൻ്റെ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന അവസരത്തിൽ ഇതിന് രണ്ട് ആസ്പെക്ട്സിലാണ് കാണേണ്ടത്. ഒന്ന് ടാക്റ്റിക്കലായിട്ടും വേറൊന്ന് സ്ട്രാറ്റജിക്കായിട്ടും. സ്ട്രാറ്റജിക്കായിട്ടുള്ളതിന് ഓൾറെഡി തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക്, അതായത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, ജലത്തിൻ്റെ പ്രവാഹം, ഇൻഡസ് വാട്ടർ ട്രീറ്റി 1960 ഉണ്ടാക്കിയതാണ്. അത് യുണൈറ്റഡ് നേഷൻസിൻ്റെ സാന്നിധ്യത്തിലുണ്ടാക്കിയാണ്. ജലം, ഇൻഡസ്, ചിനാബ്, സത്ലജ്, രവി, ബിയസ് നദികളിൽ നിന്നുള്ള വെള്ളം അതൊരു സ്ട്രാറ്റജിക് ഡിസിഷനായിരുന്നു. അതെടുത്തു. രണ്ടാമത് ഇനി ആർമി തന്നെ ഹാർഡ് ഹിറ്റിംഗ് ആയിട്ട് രണ്ട് രീതിയിൽ ഈ ഓപ്പറേഷൻ ചെയ്യാനാണ് സാധ്യത. ഒന്നൊരു ടാക്ടിക്കൽ ലെവലിലും ഒന്നൊരു സ്ട്രാറ്റജിക് ലെവലിലും. അതിനെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് സ്വാതന്ത്ര്യമായിട്ട് പ്രധാനമന്ത്രി ജനറൽമാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവരത് വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ലോവർ ലെവലിൽ ടാക്ടിക്കലായിട്ടും, അതായത് ബറ്റാലിയൻ, ബ്രിഗേഡ് ലെവലിലും ഡിവിഷൻ ലെവലിൽ വരെ. അതിന് മുകളിലുള്ള എയർക്രാഫ്റ്റും മറ്റുള്ള കോർഡിനേറ്റഡ് എഫർട്ട്സ് വരുമ്പോൾ സ്ട്രാറ്റജിക് ഡിസിഷനായിട്ട്, സ്ട്രാറ്റജിക് എക്സിക്യൂഷനായിട്ട് കൗണ്ടർ മെഷേഴ്സ് ഉണ്ടാകും. ഡീപ്പ് പെനിട്രേറ്റിംഗ് അറ്റാക്ക് വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഹവർ ശ്രീ അജിത് ഡോവൽ ഇത് മോണിറ്റർ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരിക്കും പാകിസ്ഥാൻ ഭയപ്പാടിലായിട്ടുണ്ടോ? ആ ഭയപ്പാടിൽ നിന്നാണോ അവരുടെ ഇപ്പോൾ വരുന്ന പ്രസ്താവനകളെല്ലാം? ദേ ആർ ഹാവിങ് ദിസ് ഫിയർ, നീ ജർക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് അവരുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിൽ ന്യൂക്ലിയർ ബോംബുണ്ട്, ഞങ്ങളത് ഉപയോഗിക്കും എന്നൊക്കെ വിളിച്ച് കൂവി പറയുകയാണ്. അവർ തന്നെ ഡെലിവറി സിസ്റ്റം ഉണ്ടോ എന്നുള്ളതിന് സംശയമാണ്. ബോംബ് ഉണ്ടോ എന്നുള്ളതിന് സംശയമാണ്. അതിൻ്റെ ആ ലെവലിലൊന്നും ഇത് പോവില്ല. അല്ലാതെ തന്നെ ഇതിനെ നല്ലവണ്ണം ഹാൻഡിൽ ചെയ്യാൻ ഇവർക്ക് കഴിയും. പിന്നെ ISI, ഹാഫിസ് സയ്യിദും മറ്റേ അസിം മുനീറും ഇവരെല്ലാം ഷിവറിങ് റഫേലിൻ്റെ റോറിങ് റഫേലുണ്ട്, അതാണ് എന്നൊക്കെ അവർ പറയും. പക്ഷേ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ ഇതിൻ്റെ ഒരു താവളമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലെ കുറേ ഭാഗം ഇന്ത്യ പിടിച്ചെടുക്കാൻ തന്നെ സാധ്യതയുള്ളതായിട്ട് ഞാൻ കാണുന്നു. ഈ ആണവായുധ ഭീഷണി വെറും അവരുടെ ഒരു ഭീഷണി, ഒരു തന്ത്രം മാത്രമാണ്, അങ്ങനെയാണ് താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള ഡെലിവറി സിസ്റ്റം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അത് സംഭവിക്കുമെന്നും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്നെയും പാകിസ്ഥാൻ അതോടുകൂടി ഇല്ലാതാകും. പക്ഷേ അവർ കൃത്യമായിട്ട് ഖാജ മുഹമ്മദ് ആസിഫൊക്കെ പറയുന്നത് ഭീഷണി നേരിടുകയാണെങ്കിൽ മാത്രം അവർ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷാഹിൻ മിസൈലുണ്ട്, പിന്നെ ഷാഹിൻ 3 മിസൈലുണ്ട്. പിന്നെ പട്ടാള ഭരണത്തിൻ്റെ ആ ടൈമിൽ അവർ കുറേ കൂടെ അഗ്രസീവായിരുന്നു. ഇപ്പം പട്ടാളമല്ല ഭരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ട് ടു എൻ എക്സ്റ്റെൻറ്റ് വിച്ച് വാസ് നോട്ട് ദെയർ ബിഫോർ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അവർക്ക് തന്നെ പാകിസ്ഥാൻ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ചൈനയുടെ അടുത്ത് സഹായം ആവശ്യപ്പെടുകയും ചൈന അവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞതിന് പബ്ലിസിറ്റി കൊടുക്കുന്നത്.